ഈ കൂണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കൂണ്, ഇത് അടുത്ത വീട്ടിലുണ്ടായ കൂണ്. കണ്ടോ കളർ വ്യത്യാസം? കൂണ് നന്നാക്കി കഴിഞ്ഞു. ഇനി ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ഇട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് വറുത്തരച്ച് കറി വെക്കാം. അപ്പോൾ നമ്മളിത് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കല്ലേ, അപ്പോൾ ചെറിയ ചെറിയ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. നന്നായിട്ട് കഴുകി വാരി ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഞാൻ കുക്കറിനകത്താണ് കേട്ടോ വേവിക്കുന്നത്, അപ്പോൾ വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ വറുത്തരയ്ക്കുമ്പം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് തേങ്ങ വറുത്തരയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, പെരുംജീരകം ചേർക്കണം. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം ചേർത്താലേ കൂണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി വറുത്തെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. തേങ്ങ ആയിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയുടെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ കൂണ് നമുക്ക് ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ നിലമ്പൂരായിരുന്നു. അപ്പോൾ നിലമ്പൂർ വെച്ചിട്ട് നമുക്ക് എല്ലാ വർഷവും തന്നെ മഴക്കാലത്ത് കൂണ് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു കേട്ടോ. ഒരുപാട് കൂണ് കിട്ടുമായിരുന്നു. ഒരു മുറ നിറച്ചൊക്കെ കൂണ് കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൂണ് പറിക്കുന്നത് ഒരു രസമായിരുന്നു. നല്ല രസമല്ലേ കൂണ് പറിക്കാൻ? അതൊരു പ്രത്യേക ഒരു ഇതാണ്, സന്തോഷമാണ് കൂണ് പറിച്ചെടുക്കുന്നതും. പിന്നെ അത് ഒരുക്കുന്നത് ഒരുക്കി മടുക്കുമായിരുന്നു കേട്ടോ. അത്രയും കിട്ടുമായിരുന്നു. അടുത്തുള്ളവർക്കൊക്കെ കൊടുത്താലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മമ്മിയും കൂടെ ഇരുന്ന് ഇങ്ങനെ കൂണ് ഒരുപാട് ഇങ്ങനെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഡെയിലി കിട്ടുമായിരുന്നു. അപ്പോൾ ദിവസം കിട്ടുമ്പോൾ നമുക്കത് കൂണ് കറി കൂട്ടി മടുപ്പ് തോന്നുമായിരുന്നു. അത്രയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിലമ്പൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം നമുക്കങ്ങനെ കൂണ് കിട്ടാറില്ല. ഇപ്പം നമ്മുടെ ഇവിടെ പറമ്പിലാണേലും 1-2 ഒക്കെ ഉണ്ടാവും, വല്ലപ്പോഴും കിട്ടും. അപ്പം നിലമ്പൂരിൽ നിന്ന് കൂണ് കറി കൂട്ടിയതുപോലെ പിന്നെ കൂട്ടിയിട്ടേ ഇല്ല. അതുപോലെ കൂണ് കണ്ടിട്ടില്ല പിന്നെ. അപ്പോൾ അത്രയും അന്നത്തെ ആ കൂണ് കറിയുടെ ടേസ്റ്റ്, വറുത്തരച്ച് വെക്കുന്ന ഒരു കൂണ് കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. അത്രയും രസമാണ്. ഒരുപാട് ഇഷ്ടമാണ് കൂണ് കറി. അപ്പോൾ ഇവിടെ 1-2 ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ അത് തോരനായിട്ട് വയ്ക്കും. പിന്നെ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെക്കുമ്പോൾ അതിനകത്തിടും. അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത്രയും കൂണിപ്പം അടുത്ത വീട്ടിലെ ചേച്ചിക്ക് കിട്ടിയപ്പോൾ തന്നതാണ് കുറച്ച്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൂടിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും കൂണ് കിട്ടുന്നത്. അപ്പോൾ വിചാരിച്ച് വറുത്തരച്ച് വെക്കാലോ എന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഇങ്ങനെ കഴിച്ചിട്ട്, ഒത്തിരി വർഷങ്ങളായി. വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൊടിയൊക്കെ ഇട്ട്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് അതിനകത്തേക്ക് ഇതാ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ, പെരുംജീരകം. ഈ വലിയ ജീരകം ഇട്ടാലേ കൂണ് കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കാണിക്കാം. അതിനകത്തേക്ക് അരപ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും, ടേസ്റ്റും കൂടും. ഞാനൊരു തുള്ളി വെള്ളം ചേർത്തു കേട്ടോ. ജാറിൽ അരയ്ക്കുന്നതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ചേർത്തിരുന്നു. അതുകൊണ്ടാണ് അത്ര കളർ കിട്ടാത്തത്. കറിവേപ്പില ഇട്ടു കേട്ടോ. ഉള്ളി അരിഞ്ഞു വെച്ചു, വറ്റൽമുളക്, കറിവേപ്പില. ഇത് കടുക് പൊട്ടിച്ചിട്ട് താളിച്ച് അതിലേക്ക് ചേർക്കണം. കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ ആ കൂണ് കറി റെഡി ആയി കേട്ടോ. കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചു കേട്ടോ. കൂണിന് അത്യാവശ്യം നല്ല വേവുള്ള സാധനം, നന്നായിട്ട് വേവിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. 2 വിസിൽ അടുപ്പിച്ചെടുത്താണ്. കൂണ് കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണ് കറി. അപ്പോൾ കൂണ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.